തെരഞ്ഞെടുപ്പ് തീയതി വിശ്വപ്രസിദ്ധമായ കൽപ്പാത്തി രഥോത്സവ ദിനത്തിൽ നിന്നും നവംബർ 20 മാറ്റിയിരിക്കുകയാണ്. ഇതിനോട് കൽപ്പാത്തിയിലെ ഗ്രാമജനതയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ഈ രഥോത്സവം തീയതി അറിഞ്ഞ ഉടനെ എനിക്ക് മെസ്സേജ് വന്ന് കൗൺസിലർ തന്നു. വളരെ സന്തോഷമുണ്ടെന്ന്. കാരണം ഞങ്ങൾ തന്നെ ഇത്തിരി പ്രയാസം ഒന്നും ചെയ്യാൻ പറ്റില്ല, കമ്മീഷണറുടെ ഉത്തരവ് പറയുന്ന വരെ. പക്ഷേ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ബിക്കോസ് ഗ്രാമത്തിൽ എല്ലാ സ്ട്രീറ്റിലും എല്ലാ പ്രസിഡന്റ് സെക്രട്ടറി എല്ലാം വന്ന് ഒന്നിച്ച് കളക്ടർ നിവേദനം കൊടുത്തിട്ടായിരുന്നു, മിനിസ്റ്ററുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭഗവാന്റെ അനുഗ്രഹത്തും കൊണ്ട് എല്ലാം നന്നായി നടന്നു. ഇലക്ഷൻ നന്നായി നടക്കും. വോട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഞങ്ങളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതിലായിരുന്നു എങ്ങനെ പോകും. കാരണം നിങ്ങൾ ഇത് വിട്ട് പോകാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ തീർച്ചയായിട്ടും ഇപ്രാവശ്യം വോട്ടിന് ഞങ്ങൾ പോകും. ഗ്രാമത്തിൽ എല്ലാവരും പോകും. ആർക്കാണ് സാധ്യത? എന്താ അത് എനിക്ക് കാരണം ഇപ്രാവശ്യം വന്ന് വളരെ ടൈറ്റാണ്. ആരായാലും വളരെ ഇഞ്ചോടിഞ്ച് വളരെ ഇതായിട്ട് പോകാൻ സാധ്യതയുള്ളൂ. രണ്ടും ശരി, BJP ശരി കോൺഗ്രസ് ശരി വളരെ ഇതായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രഡിക്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്രാവശ്യം. അല്ല അതെ വലിയ അതുകൊണ്ടല്ലേ ഞങ്ങൾ ഉത്സവം, കുട്ടികളൊക്കെ വരും, മക്കളൊക്കെ വരും, എല്ലാവരും വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ അവർ കൂടെ എൻജോയ് ചെയ്യേണ്ട സമയം. ഈ സമയത്ത് ഇലക്ഷൻ വരുമ്പോൾ നമ്മൾ രാവിലെ പോകണോ ഉച്ചയ്ക്ക് പോകണോ എന്നുള്ള കൺഫ്യൂഷൻ ഞങ്ങൾക്ക് വരും. നോക്കാം, ശരി എങ്ങനെ പോകാതിരിക്കില്ല, പോകും. പക്ഷേ ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ പോലീസ് പ്രൊട്ടക്ഷനൊക്കെ വേണമല്ലോ. ഇപ്പോൾ ഞങ്ങൾ ഔട്ട്സൈഡിൽ നിന്ന് ആൾക്കാർ ഒരുപാട് വരും. പാലക്കാട് കാൽപ്പാത്തി ഗ്രാമം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ദേശീയോത്സവമല്ലേ, അവിടെ എല്ലായിടത്തും നിന്നും വരും. അപ്പോൾ അവർക്ക് വെളിയിൽ നിന്ന് ബ്ലോക്കാകും, നടന്നു വരാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞങ്ങളവിടെ റിലേറ്റീവ്സ് വരും, ഞങ്ങളവിടെ ഇറക്കി വിട്ട് എങ്ങനെ വരും, ബുദ്ധിമുട്ടാണ്, വരാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഇപ്രാവശ്യം മാറ്റിയതിന്. വളരെ താങ്ക്സ്. ആര് ഇതിൻ്റെ ഇതായാലും അവർക്ക് ഞങ്ങളുടെ നന്ദി പ്രത്യേകം. എങ്ങനെ കാണുന്നു ഈ രഥോത്സവം തീയതിയിൽ? രഥോത്സവം ദിവസം അല്ല വോട്ടെടുപ്പ് പറഞ്ഞ 20-ാം തീയതി. എങ്ങനെ കാണുന്നു അതിനെ? ഒന്നും പ്രശ്നമില്ല. 20-ാം തീയതിക്ക് മാറ്റി, അതല്ലേ നല്ലത്. വരും, എന്താ അറിയാം, വോട്ട് കൊഞ്ചം ചെതറും, അത്രയേ ഉള്ളൂ. വോട്ടിടുന്നവർ ഇടും, ബാക്കിയൊക്കെ പോയാൽ തേര് കാണാൻ പോകണം പോകും. ഇത് കണ്ടിന്യൂ അതാക്കല്ല, അതൊരു നല്ല കാര്യം. നല്ല കാര്യം. സന്തോഷം. തീയതി മാറ്റിയിരിക്കുകയാണ്. കൽപ്പാത്തി രഥോത്സവം പ്രമാണിച്ചിട്ട് 20 മാറ്റിയിരിക്കുന്നത്. എങ്ങനെ കാണുന്നു? നല്ല കാര്യം. ഈ ഉത്സവത്തിനൊരു സുഗമമായ നടത്തിപ്പിന് നല്ലതാണ്. രഥോത്സവം എല്ലാ വർഷവും വരാറുള്ളതാണ്. എല്ലാ ദിവസവും വരാറുള്ളതാണ് നമ്മൾ. രഥോത്സവത്തിനും വോട്ടെടുപ്പിനും യാതൊരു വ്യത്യാസമില്ല. അതിപ്പോൾ അവരവരുടെ സൗകര്യത്തിന് വേണ്ടി വെച്ചിരിക്കണു. ഞങ്ങളുടെ തേര് പതുപോലെ മാമൂല് പോലെ നടക്കും. അത് നിർത്താനൊന്നും ആര് വിചാരിച്ചാലും സാധിക്കും. 20-ാം തീയതിക്ക് ആക്കി, വോട്ടെടുപ്പ് 20-ാം തീയതിക്ക്. വോട്ട് നടക്കട്ടെ. ജനങ്ങൾക്ക് സൗകര്യമായില്ലോ, വോട്ട് സൗകര്യമായിട്ട് ഇടാമല്ലോ. സന്തോഷം. തീയതി നേരത്തെ കൽപ്പാത്തിക്കാരുടെ വലിയ ആവശ്യമായിരുന്നില്ലേ? സന്തോഷമായി. 20-ാം തീയതിക്കാക്കി സന്തോഷം. രഥോത്സവ ദിവസം എല്ലാം കൂടെ നിങ്ങൾക്കൊക്കെ വീട്ടിൽ പണിയുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ വോട്ടിടാൻ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവുമായിരുന്നില്ലേ? ഇപ്പോൾ 20-ാം തീയതി ആക്കിയിട്ടുണ്ട്. വളരെ സന്തോഷമാണ്. ബന്ധുക്കാരുകളൊക്കെ വരുമ്പോൾ നമുക്ക് അവരെ ഗവനിക്കണോ, വോട്ടിടാൻ പോകണോ, തേര് കാണാൻ പോകണോ, നല്ല കൺഫ്യൂഷനാണ്. ഇപ്പം മാറ്റിവെച്ച സൗകര്യമാണ്. അപ്പം നിമ്മതിയായി പോയി വോട്ടിടാമല്ലോ. താങ്ക് യു. ബുദ്ധിമുട്ടായിരുന്നല്ലോ, കാരണം രഥോത്സവം അതിൻ്റെ ഇടയിൽ കൂടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരും. അപ്പോൾ ഒരുപാട് പേര് പരാതി പറഞ്ഞിരുന്നായിരുന്നു. ഇപ്പം തീയതി മാറ്റിയിരിക്കുകയാണ്, 20-ാം തീയതി. വളരെ സന്തോഷം. അല്ലെങ്കിലും പോകും, നമ്മളുടെ വോട്ടെടുപ്പ് നമ്മൾ എന്തായാലും വിട്ടുകൊടുക്കാൻ പോകുന്നതില്ല. ഏതോ സൗകര്യം വെച്ചിട്ട് പോകും. ഇത് മാറ്റിയത് വളരെ സന്തോഷം. പ്രശ്നമില്ലാതാവും. അത് വളരെ നല്ലത്. തിരക്കൊന്നുമില്ല, സൗകര്യമായിട്ട് ഏത് സമയത്തിന് വേണമെങ്കിൽ പോയി നോക്കിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ തേരിൻ്റെ സമയം നോക്കിയിട്ട് പോയി അവിടെ ചെയ്തിട്ട് വരണം. ഇത് വളരെ നല്ലത്. എല്ലാ വോട്ടെടുപ്പ് തീയതി മാറ്റിയിട്ടുണ്ട്. പാത്തിയിലായിരുന്നു. അപ്പോൾ ഞാൻ എറണാകുളത്താണ്. എൻ്റെ വീട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് വന്നതാ. കൽപ്പാത്തി രഥോത്സവത്തിന് വരാറുണ്ട്. എല്ലാ കൊല്ലവും വരാറുണ്ട്. വോട്ട് ചെയ്യാനല്ല, തേര് എറണാകുളത്താണ് വോട്ട്. ഇതൊക്കെ കൂടി കുഴഞ്ഞു മറിയാണല്ലോ. ഇതൊക്കെ പെട്ടെന്ന് മാറ്റിയതല്ലേ തേരിൻ്റെ. സൗകര്യമായില്ലേ? ജനങ്ങൾക്ക് തേരും കാണാൻ, വോട്ടിടാൻ പോകാം, എല്ലാം കൂടി സമാധാനമായി. ഇത് ഇപ്പോഴാണ് വന്ന് ഒരാൾ വന്ന് പറഞ്ഞത്, മാറ്റി പറഞ്ഞിട്ട്. കച്ചവടമാണ്, കച്ചവടത്തിൻ്റെ ഇടയിൽ കൂടെ അല്ലെങ്കിൽ കച്ചവടം ചെയ്യുമ്പോൾ ആളുകളുടെ തിരക്കുണ്ടാവില്ലേ? അതിൽ തിരക്കുണ്ടാവും, വോട്ടിടാൻ പോകണം ഒക്കെ പ്രശ്നം. അപ്പോൾ ഇത് മാറ്റി പറഞ്ഞപ്പോൾ സമാധാനമായി. നല്ല കാര്യം. ഈ തിരക്കുണ്ടായാൽ
നമുക്ക് കാലാകാലങ്ങളായിട്ട് നമ്മുടെ കൽപ്പാത്തി സ്കൂളിലാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. ഈ വർഷം പോളിംഗ് ബൂത്ത് മാറ്റി എന്ന് പറഞ്ഞൊരു അറിവ് കിട്ടി. പിന്നെ തിരക്കിൻ്റെ ഇടയിൽ വോട്ട് ചെയ്യാൻ പോകണ്ട, അതൊരു സമാധാനം. പക്ഷേ വേറൊരു കാര്യം എന്ത് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളൊക്കെ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 13-ാം തീയതി ലീവ്, നമുക്ക് 14-ാം തീയതി മാത്രം ഒരു ദിവസം ലീവ് എടുത്താൽ മതി, 15-ാം തീയതി പബ്ലിക് ഹോളിഡേ. അപ്പോൾ ഈ കൊല്ലം 3 ദിവസവും തേരിന് നമുക്ക് ആഘോഷിക്കാൻ പറഞ്ഞൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കുട്ടികൾക്ക്. ആ ആഗ്രഹം ഒന്ന് പാളി, അതാണ് സത്യം. പക്ഷേ മുതിർന്നവർക്ക് വലിയ അനുഗ്രഹമായി മാറില്ല. കാരണം വീട്ടിൽ സ്ത്രീകൾക്കൊക്കെ അല്ലെങ്കിൽ ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ വോട്ട് ചെയ്യാൻ പോലും ഭയങ്കര ശ്രമമായിരിക്കും. തീർച്ചയായിട്ടും നമ്മളെ ഈ സമ്പ്രദായ കുറച്ച് വർഷമായിട്ട് ഈ തേര് ദിവസമൊന്നും നമ്മുടെ വീട്ടിലെ ലേഡീസൊന്നും പുറത്തേ ഇറങ്ങണ ഒരു പഴക്കമില്ല. കാരണം നല്ല തിരക്കാണ് വെളിയിൽ. അപ്പോൾ അവർക്ക് വോട്ട് ചെയ്യാൻ സൗകര്യമായിട്ട് പോവാം, അതൊരു ഗുണം, നല്ല കാര്യം. പക്ഷേ ഒരു തേര് ദിവസം വോട്ടില്ലാത്തത് നല്ലൊരു കാര്യങ്ങളാണ്. അത് മാറ്റാൻ ആലോചിച്ച നമ്മുടെ ഇലക്ഷൻ കമ്മീഷനൊരു നന്ദി, ഇതിന് പരിശ്രമിച്ച എല്ലാവർക്കും ഒരു നന്ദി, സന്തോഷം. അല്ല, മാറ്റി നല്ലതെന്നേ. എന്താ പറയുക, ഈ ഉത്സവം വർഷത്തിലൊരിക്കൽ നാഷണലായിട്ട് ചെയ്യുന്നത്, അതിന് എല്ലാവർക്കും വോട്ട് നിറയെ കിട്ടും, വോട്ട് അവർക്ക്. അതുകൊണ്ട് മാറ്റിയത് വളരെ നല്ലതായി, അതാണ് വേണ്ടത്. മാറ്റി വയ്ക്കട്ടെ, അവർക്കെല്ലാം നല്ലത്. നിറയെ പേര് പോയിട്ട് ഫ്രീ ആയിട്ട് ഇടുമല്ലോ, അല്ലെങ്കിൽ തിരക്കിൽ പോവില്ല. തേര് പറഞ്ഞാൽ ചിലവർ പോവില്ല. 13-ാം തീയതി ആയാലും ശരി, നമുക്ക് കളയാൻ പറ്റില്ല. ഗ്രാമജനത ഒന്നടങ്കം വലിയ സന്തോഷമാണ് രഥോത്സവ ദിനത്തിൽ നിന്നും തെരഞ്ഞെടുപ്പ് തീയതി 20-ലേക്ക് മാറ്റിവെച്ചതിൽ പ്രകടിപ്പിക്കുന്നത്.